എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ചാട്ടുളി പോലെ ഹൃദയത്തെ തുളയ്ക്കുന്ന ചോദ്യമാണ്. ഇതുവരെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ലാത്തൊരു ചോദ്യമാണ്. പലവട്ടം കേട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള ധ്യാനചിന്തകൾ, വിചിന്തനങ്ങൾ. പക്ഷേ നമ്മൾ വ്യക്തിപരമായിട്ട് ഈ ചോദ്യത്തെ എപ്പോഴാണ് അഡ്രസ്സ് ചെയ്തേക്കുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരം പറ. ഈശോ ആരാണ് ശരിക്കും? നമ്മളിങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച് എങ്ങനെ പറയാനാ? വ്യക്തമായിട്ട് പത്രോസ്ലീഹ പറഞ്ഞു തരും. കാരണം വ്യക്തമാണെന്ന് പറയാനുള്ള കാരണം കർത്താവിൻ്റെ വചനങ്ങളാണ്. ശിമയോനെ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പത്രോസ്ലീഹയുടെ ഉത്തരം ഇതായിരുന്നു: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ലോകത്തിന് മുൻപിൽ നമുക്ക് വിളിച്ചു പറയാനായിട്ടുള്ള വെളിപ്പെടുത്തൽ തരാണ്. ഇത് വെളിപ്പെടുത്തി വിളിച്ചു പറയാനായിട്ട് ധൈര്യം കാണിക്കുന്നവൻ്റെ ബേസിൽ നിന്നുകൊണ്ട് കർത്താവ് സഭ പണിയുമെന്ന് പറഞ്ഞേക്കണേ. നരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ലെന്ന് പറഞ്ഞേക്കണേ. ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ് കർത്താവ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അതിനെ വിളിച്ചു പറയാനായിട്ട് ധൈര്യമുള്ളവരുണ്ടാവണമെന്നേ. പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിക്കണ്ടായിരുന്നു വിശുദ്ധ അഗസ്തീനോസൊക്കെ പറയണത്, നമുക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനും കഴിയില്ല, എന്നാൽ ദൈവത്തെ പറ്റി നിശബ്ദത പാലിക്കുന്നവന് ഹാ കഷ്ടം. നമുക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല, അറിയില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്ന് പറഞ്ഞിട്ട് കർത്താവിനെ കുറിച്ച് നിശബ്ദത പാലിക്കുന്നവന് ഹാ കഷ്ടം. നമുക്കിപ്പോൾ പലരിലൂടെയും തിരുവചനങ്ങളിലൂടെയും ധ്യാനചിന്തകളിലൂടെയൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന, അതല്ലെങ്കിൽ കുറച്ചു നേരം പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്നും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ നിന്ന് ദൈവപുത്രനായിട്ടുള്ള മിശിഹായാണ്, ക്രിസ്തുവാണ്, സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അതൊന്ന് വിളിച്ചു പറയാനായിട്ട് പറ്റാത്തത് എന്താ? പത്രോസ്ലീഹയ്ക്ക് ഇത് വിളിച്ചു പറയുന്നത് പറഞ്ഞില്ലേ, വെളിപാട് കിട്ടുമ്പോഴാണ്. നമുക്ക് എത്രമാത്രം തെളിച്ചം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ് നമ്മൾ വിളിച്ചു പറയാതിരിക്കണേ? കർത്താവിനെ പറ്റി നിശബ്ദത പാലിക്കുന്നവർക്ക് ഹാ കഷ്ടം. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും പിതാവിൻ്റെ മുൻപിൽ ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയാത്തവനെ, തിരസ്കരിക്കുന്നവനെ ഞാനും ഇങ്ങനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ, ദൈവദൂതന്മാരുടെ മുൻപിൽ ഇങ്ങനെ തള്ളിക്കളയും. തമ്പുരാനെ വിളിച്ചു പറയാനായിട്ടുള്ള സാക്ഷ്യത്തിൻ്റെ ജീവിതമാണിതെന്ന് ഉള്ള ഓർമ്മപ്പെടുത്തലുമായിട്ട് ഇന്നത്തെ സുവിശേഷം. കാണികളായിട്ട് ജീവിക്കാൻ എളുപ്പമാണെന്നേ, കണ്ടുകൊണ്ടിരിക്കാൻ മാത്രം, കൈയടിക്കാൻ മാത്രം. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കും മുന്നിൽ കർത്താവിൻ്റെ സാക്ഷ്യം കേട്ടു, കർത്താവ് വഴിയായിട്ട് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വാക്കുകൾ കേട്ടു, കർത്താവിനെ കുറിച്ചുള്ള ദൈവവചനങ്ങൾ കേട്ടു, അതിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ കേട്ടു. കൊള്ളാം, നന്നായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് എൻ്റെ തമ്പുരാനെ വിളിച്ചു പറയാനായിട്ടുള്ള സാക്ഷ്യത്തിൻ്റെ ജീവിതം, സാക്ഷിയായി ജീവിക്കാനായിട്ടുള്ള കൃപ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് കർത്താവിനെ വിളിച്ചു പറയാനുള്ള? കണ്ടുമുട്ടുന്ന ഓരോ അപരിചിതനോടും ക്രിസ്തു എന്നുള്ള വാക്ക് വിളിച്ചു പറയാനായിട്ടുള്ള ധൈര്യത്തിലേക്ക് ഉണരാനായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇനി നടത്തേണ്ടത്. എന്ത് വാക്കുകൾ പറഞ്ഞു തുടങ്ങിയാലും, എന്ത് വിശേഷങ്ങളിൽ നമ്മൾ ആരംഭിച്ചാലും, അത് അവസാനം ക്രിസ്തു എന്നുള്ളൊരു വാക്കിലെത്താൻ, ഈശോ എന്നുള്ള വലിയ രക്ഷാകര രഹസ്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ അതെൻ്റെ നിയോഗമാണ്, അതെൻ്റെ ബാധ്യതയാണ്, അതെൻ്റെ കർത്താവ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അച്ഛനെന്ന് ഒരാളോടെങ്കിലും ഒരു വാക്കെങ്കിലും ഈശോയെ പറ്റി പറഞ്ഞോ എന്നുള്ളൊരൊറ്റ ചോദ്യം കൊണ്ട് നമ്മുടെ വായടപ്പിക്കുകയും ജീവിതത്തിൻ്റെ ഗതി തിരിച്ചു വിടുകയും ചെയ്ത ഒരാളെ ഓർക്കുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷക്കാരൻ ചേട്ടനാണ്. ഇന്ന് ഈ സുവിശേഷം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന വെല്ലുവിളിയും അതുതന്നെയാണ്. എന്താണ് ചെയ്തേക്കണേ? സാക്ഷിയായിട്ടാണോ ജീവിക്കണേ? കാണിയായിട്ടാണോ ജീവിക്കണേ? ഞാൻ ആരാണെന്നാണ് നീ പറയണത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണത്? പറഞ്ഞിട്ടുണ്ടോ? ഒരാളോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കർത്താവെ, പറയാനായിട്ടുള്ള അനുഗ്രഹം തരണമേ. ജെറമ്യാ പ്രവാചകനോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പറയുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ പറയുന്നത് നീ അവരോട് പറയണം, നീ ആരെയും ഭയപ്പെടേണ്ട. കർത്താവെ, അവിടുത്തെ വചനത്തിൻ്റെ തീക്കനൽ കൊണ്ട്
എൻ്റെ നാവിനെ സ്പർശിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ സാക്ഷ്യമായി ജീവിക്കാൻ, സാക്ഷിയായി ഇനിയുള്ള ജീവിതം മുഴുവൻ ചിലവഴിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം കാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്ന് വചനം നിഷ്കർഷ പുലർത്തുന്നുണ്ട്. ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്ന്. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഈ രാത്രിയിൽ ഇങ്ങനെ ഒന്ന് നമുക്ക് കേൾക്കാവുന്ന ഉച്ചത്തിലെങ്കിലും ഒന്ന് വിളിച്ചു പറയണ്ടേ, കർത്താവെ അങ്ങാണ് ദൈവം, അങ്ങ് സർവപ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്ന സൃഷ്ടാവ്, പരിപാലിക്കുന്ന പരിപാലകൻ, നിയന്ത്രിക്കുന്ന നിയന്താവ്. കർത്താവെ, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു. ഒന്നേറ്റു പറഞ്ഞിട്ട് സ്വയം കേൾക്കാവുന്ന ഉച്ചത്തിലെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വേണം ഇന്നുറക്കത്തിലേക്ക് പോകാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ